ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിൽ വലിയ വലിയ ആഗ്രഹങ്ങളും മികച്ചതായിട്ടുള്ള ലക്ഷ്യബോധവും ഉള്ളതായ മകം നക്ഷത്രക്കാർ പുതുമകളെയും പരിഷ്കാരത്തെയും വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ്. ചിങ്ങം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ മകം നക്ഷത്രക്കാരിൽ ഈ ആഗസ്റ്റ് മാസത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സൂര്യൻ ആഗസ്റ്റ് മാസം 16-ാം തീയതി വരെ 12-ാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതും രോഗസ്ഥാനാധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിലോ കണ്ടകശനിയായിട്ട് വക്രത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടും അഷ്ടമഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതിനാൽ മാസത്തിൻ്റെ ആരംഭത്തിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും വിശേഷിച്ച് ഡ്രൈവിങ്ങിലും യാത്രകളിലും എല്ലാം വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധയും ക്ഷമാശീലവും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. എന്നാൽ ആഗസ്റ്റ് മാസം 16-ാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് ഈ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സൂര്യൻ ജന്മരാശിയിലൂടെ തന്നെ സഞ്ചരിക്കുന്നത് കൊണ്ട് ആഗസ്റ്റ് മാസം 16-ാം തീയതി മുതൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറേയൊക്കെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ജന്മരാശിയിലും 2-ാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നതായിട്ടൊരു സമയമാണ്. ഈ സമയത്ത് ലാഭാധിപനായിരിക്കുന്ന ബുധനാണെങ്കിൽ ആഗസ്റ്റ് മാസം 22-ാം തീയതി വരെ ശുക്രനുമായിട്ട് യോഗം ചെയ്യുന്നതും കർമ്മസ്ഥാനത്ത് വ്യാഴത്തിൻ്റേതായിട്ടുള്ള സ്വാധീന ശക്തിയും കാണുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കൃത്യനിഷ്ഠയോടു കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം തന്നെ നോക്കിക്കണ്ട് പ്രവർത്തിക്കുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. കർമ്മമണ്ഡലത്തിൽ ലാഭകരമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. കൂടാതെ പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിദ്യാമാതുലകാരകനായിട്ടുള്ള ബുധനാണെങ്കിലോ ആഗസ്റ്റ് മാസം 22-ാം തീയതി വരെ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നതിനാലും ഈ സമയത്ത് 5-ാം ഭാവനാഥനായിരിക്കുന്ന വ്യാഴത്തിൻ്റേതായ സ്വാധീന ശക്തി കാണുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ പഠനകാര്യങ്ങളിൽ മനോബലം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും അതിനുള്ളതായ അവസരങ്ങൾ കാണുന്നുണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ. പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, ആഗസ്റ്റ് മാസം 22-ാം തീയതിക്ക് ശേഷം ഈ വിദ്യാമാതുലകാരകനായിട്ടുള്ള ബുധൻ 12-ാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് വിശേഷിച്ച് അഷ്ടമഭാവത്തിൽ രാഹുവിൻ്റെ സാന്നിധ്യം ഉള്ളതിനാൽ 22-ാം തീയതിക്ക് ശേഷം പഠന കാര്യങ്ങളിൽ കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ധനസന്താനകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിലോ കർമ്മസ്ഥാനത്ത് നിന്നുകൊണ്ട് ധനസ്ഥാനത്തേക്കും 4-ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്തേക്കും നോക്കുന്നതിനാൽ ധനപരമായിട്ടും കുടുംബപരമായിട്ടും എല്ലാം ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്ന സമയമാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം,
ധനസ്ഥാനത്ത് കേതുവിൻ്റേതായിട്ടുള്ള സാന്നിധ്യവും അഷ്ടമഭാവത്തിലാണെങ്കിലോ രാഹു നിൽക്കുന്നതിനാൽ ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കേണ്ടതാണ്. വിശേഷിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പരസ്പരം ഈ സമയത്ത് കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർ ഈ ആഗസ്റ്റ് മാസത്തിൽ ശിവക്ഷേത്രത്തിൽ രുദ്രസൂക്തം അർച്ചന ചെയ്യുന്നതും പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്. വിശേഷിച്ച് ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്.